بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. اللهم إني أسألك بستر ذات بذات ستر هو أنت وأنت هو. احتجبت بنور الله وبنور عرش الله وبكل اسم لله من عدوي وعدو الله بمئة ألف لا حول ولا قوة إلا بالله. ختمت على نفسي وعلى أهلي وعلى كل شيء أعطانيه ربي بخاتم الله المنيع الذي ختم بأقطار السماوات والأرض فحسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനപ്പെട്ട ഹദീസു ഷരീഫ് ആ വിഷയത്തിൽ ക്രോഡീകരിക്കപ്പെട്ട കിതാബുകളെ പരിചയപ്പെടുത്തുകയാണ് നാം. ആ കിതാബുകളുടെ അൻവാഇൽ നിന്ന് 23-ാമത്തെ ഐറ്റമാണ് അസ്ബാബുൽ ഹദീസ് എന്ന ഐറ്റം. അസ്ബാബുൽ ഹദീസ് എന്ന് പറയുമ്പോൾ ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങൾ അവരുടെ നുഖ്ബന്റെ ശറയിൽ പറയാണ്, വമിനൽ മുഹിമ്മി മഅരിഫത്തു സബബിൽ ഹദീസ് വഖദ് സ്വന്നഫ ഫീഹി ബഅദു സുയൂഫിൽ ഖാളി അബി യഅല ബിൻ ഫറാ അൽ ഹംബലി വഹുവ അബൂ അഫ്സിനിൽ അക്ബുരി. വളരെ പ്രധാനപ്പെട്ട വിഷയത്തിൽപ്പെട്ടതാണ് ഹദീസുകളുടെ സബബുകളെ അറിയുക എന്നത്. ഖുർആനിക്ക് സബബുൻ നുസൂലുള്ളത് പോലെ ഓരോരോ ആയത്തുകളും ഇന്നാലിന്ന സാഹചര്യങ്ങളിൽ ഇന്നാലിന്ന ചോദ്യത്തിനിക്ക് ഇന്നാലിന്ന പ്രത്യേകതയിൽ ഇറങ്ങിയതാണ് എന്നറിയുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ ആശയം എന്ത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് സബബുൻ നുസൂല് ഖാസാണെങ്കിലും ഹുക്കുമാകും അത് മറ്റൊരു സംഭവമാണ്, ഉസൂലിയ നിയമങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഹദീസുകളും ഓരോരോ ഹദീസുകൾ ഏത് സമയത്താണ് റസൂലുള്ളാഹി തങ്ങളത് പറഞ്ഞത്, അത് പറയാനുണ്ടായ കാരണം എന്ത് എന്ന് അറിയണം. അപ്പോഴാണ് ഈ ഹദീസിൽ പറയുന്ന സംഭവം ഇന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നെങ്കിൽ നേരത്തെ പറഞ്ഞ് തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹദീസുകളെ തമ്മിൽ ജമ്മു ചെയ്യാൻ സബബുൽ ഹദീസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ ധാരാളം കിതാബുകൾ മഹാന്മാർ രചിച്ചിട്ടുണ്ട്. അതിൽ രചിക്കപ്പെട്ട ഏറ്റവും മഹത്തായ കിതാബാണ് അബൂ ഹഫ്സിനിൽ അക്ബുരി എന്നവരുടെ കിതാബ്. അത് വളരെ പ്രധാനപ്പെട്ട കിതാബും അധിക ഹദീസുകളെയും അവർ കൊടി എഴുത്തോ അതിൻ്റെ സന്ദർഭം ഇന്നതാണ് എന്ന വിഷയത്തിൽ അവരത് പ്രത്യേകമായി വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഇമാമിയങ്ങൾ രചിച്ചു. അതിൽ ആദ്യമായി കിതാബ് രചിച്ച മഹാനാണ് ജർബാനി ഇമാം. ആദ്യമായി കിതാബ് എഴുതിയവർ അവരാണ്. ഹാമിദ് ബിൻ ഖസ്നാത്തുൽ ജർബാനി, ഹാമിദ് ബിൻ ഖസ്നാത്ത് അൽ ജർബാനി എന്ന മഹാൻ. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഇമാം പറയുന്നത് അൽഫിയയിലെ അവ്വലു മൻ ഖദ് അല്ലഫൽ ജർബാനി ഫൽ അക്ബരിയു ഫീ സബബിൽ ആസാരി. ആദ്യമായി സബബുൽ ആസാർ ഹദീസിൻ്റെ സബബിൽ ആദ്യം കിതാബ് എഴുതിയ ആൾ ജർബാനിയാണ്. അതിൻ്റെ ശേഷമാണ് അക്ബുരി എന്നവർ കിതാബ് എഴുതിയത്. എന്തായാലും ആ വിഷയം വളരെ അധികം
അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രത്യേകമായ സംഭവമാണ്. ചില ഹദീസുകളിൽ അതിൻ്റെ സന്ദർഭങ്ങൾ പറഞ്ഞെന്ന് വരും, ചിലതിൽ പറഞ്ഞില്ല എന്ന് വരും. എന്തായാലും ഓരോരോ ഹദീസുകളും എപ്പോൾ അത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏത് സാഹചര്യത്തിൽ പറഞ്ഞു, ഏത് അവസ്ഥയിൽ പറഞ്ഞു, അത് മക്കയിൽ വെച്ച് പറഞ്ഞതാണോ, മദീനയിൽ വെച്ച് പറഞ്ഞതാണോ, ഹിജ്റയുടെ മുമ്പാണോ ശേഷമാണോ, എന്തായിരുന്നു ആ സന്ദർഭം എന്നറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. അതിലും കിതാബുകൾ ധാരാളം രചിക്കപ്പെട്ടിട്ടുണ്ട്. 24-ാമത്തെ ഐറ്റം തർത്തീബ് എന്ന് പറയുന്നൊരൈറ്റാണ്. തർത്തീബ് 24-ാമത്തെ. എന്താ തർത്തീബ് എന്ന് പറഞ്ഞാൽ, ആദ്യകാല മുഹദ്ദിസീങ്ങൾ അവർ കിതാബുകൾ രചിക്കുമ്പോൾ, ഹദീസുകൾ ക്രോഡീകരിക്കുമ്പോൾ അവർക്ക് ലഭിച്ചതായ ഹദീസുകൾ മുഴുവനും എഴുതി പോലും ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പല കിതാബുകളും അങ്ങനെയാണ്. അതിനേക്ക് അവരെന്ത് ചെയ്യൂല, അതിനേക്ക് ഒരു ഓർഡർ ഉണ്ടാവില്ല. ത്വഹാറത്തുമായി ബന്ധപ്പെട്ടത്, നിസ്കാരവുമായി ബന്ധപ്പെട്ടത്, കച്ചവടവുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ ഓരോന്ന് വാബുകൾ തിരിച്ച് ഓരോരോ ഭാഗത്തായി കൊടുക്കാതെ അവർക്ക് ലഭിച്ചത് മുഴുവനും അങ്ങോട്ട് എഴുതുന്ന സ്വഭാവമുള്ളവരുണ്ട്. അങ്ങനെയുള്ള കിതാബുകളെ ഒരു ഓർഡറിലാക്കുക. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എഡിറ്റ് ചെയ്യാതെ പറയാം. എങ്ങനെ എഡിറ്റ് ചെയ്യാന്നല്ല, ആശയം മാറ്റിയുള്ള എഡിറ്റല്ല. ഇന്ന് പല ലേഖനെല്ലാം കൊടുത്തിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത ലേഖനവും പ്രസിദ്ധീകരിക്കുന്ന ലേഖനമായിട്ട് ഒരു ബന്ധം ഉണ്ടാവും, പേര് മാത്രമേ നമ്മളതുണ്ടാവും. എന്താ, ഈ എഴുതിയവനേക്കാളും താഴെ കടയിലുള്ളവനായിരിക്കും ഇത് എഡിറ്റ് ചെയ്യുക. അവനക്ക് ചില സമയത്ത് ഭാഷാശുദ്ധി മാത്രമേ ഉണ്ടാവുള്ളൂ എഡിറ്റർക്ക്, ആശയം മനസ്സിലാവൂല. അതുകൊണ്ട് തന്നെ പ്രസിദ്ധീകരിക്കുന്ന ലേഖനത്തിലേക്ക്, കൊടുക്കുന്ന ലേഖനത്തിലേക്ക് എഴുതുന്നവൻ ഉദ്ദേശിച്ച ഓരോരോ പോയിന്റുകൾ മനസ്സിലാവാതെ അവൻ ശുദ്ധമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടാകും, ആശയം വേറെ എന്തോ ഒന്നായി വരും. അങ്ങനെയല്ല മഹാന്മാർ ചെയ്യുന്നത്. ഇവിടുത്തെ തർത്തീബ് പറഞ്ഞാൽ അതല്ല. എന്താ, ഹദീസുകളെ തഖ്ദീമും തഖീറുമാക്കി അതേ ഹദീസുകൾ ബാബുകളിലായി കൊടുക്കുക, ഒരു ഓർഡറിൽ കൊടുക്കുക. പരന്നു കിടക്കുന്ന വിഷയത്തെ ആ കിതാബിലുള്ള ഓരോരോ ബാബുകളെയും ഓരോരോ ബാബ് ഇട്ടിട്ട് ആ ബാബിൽ കൊള്ളിക്കാൻ പറ്റുന്ന ഹദീസുകൾ മുഴുവനും ഒരു സ്ഥലത്ത് കൊള്ളിക്കുക. അവർ പറഞ്ഞത് പല രീതിയിലായിരിക്കും. ഈ അത്റാഫ് എന്ന് പറഞ്ഞ കിതാബുകൾ അധികവും അങ്ങനെയാണ് ഉണ്ടാവുക, തർത്തീബില്ലാതെയാണ്. അതെല്ലാം അവർ തർത്തീബാക്കിയിട്ടുണ്ട്. അതിൽ പെട്ടെന്നാണ് മുസ്ലി ഇമാമിൻ്റെ അത്റാഫിൻ്റെ തർത്തീബ്. അബുൽ മഹാസിൻ ഹുസൈനി എന്നവരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തർത്തീബുൽ മുബ്ഹമാത്തി അലൽ അബ്വാബി ലി മഗ്ലത്തായി എന്നവർക്ക് തർത്തീബുൽ അലൽ അബ്വാബ് എന്ന് പറയുന്ന കിതാബുണ്ട്. അതായത് മുജമുൽ ഔസത്തിനിക്കുള്ളതാണത്. തർത്തീബ് ബയാനിൽ വഹ്മി വൽ ഇഹാമി ഇബ്നുൽ ഖത്താൻ മഗ്ലത്തായി. ഇബ്നു ഖത്താനിൻ്റെ ബയാനുൽ വഹ്മു വൽ ഇഹാം എന്ന് പറയുന്ന കിതാബുണ്ട്, ഹദീസ് കിതാബ. അതിൻ്റെ ഓർഡർ ആക്കിയത് മഗ്ലത്തായി എന്നവരാണ്. അതുപോലെ സുയൂത്തി ഇമാമിൻ്റെ മൂജമുൽ ഔസത്ത് അത് തർത്തീബാക്കിയിട്ടുണ്ട് ഇബ്നു സുറൈഖ് എന്നവർ. അതുപോലെ ഇബ്നു ഹിബ്ബാൻ, ഹദീസിൻ്റെ കിതാബിൽ സ്വഹീഹ ഹദീസാണ് ഇബ്നു ഹിബ്ബാൻ്റെ സ്വഹീഹ്. അത് പക്ഷേ നോക്കി ഹദീസ് കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. അതിന് ഇബ്നു സുറൈഖ് എന്നവർ തർത്തീബാക്കിയിട്ടുണ്ട്. അങ്ങനെ ഹില്യത്തുൽ ഔലിയാ അതിൻ്റെ ഹദീസുകൾ തർത്തീബാക്കിയിട്ടുണ്ട് ഹൈസമി എന്നവർ. ബുൽഖൈനി ഇമാമിൻ്റെ കിതാബുൽ ഉമ്മുണ്ട്, ബുൽഖൈനി ഇമാമിനിക്ക് അതിന് തർത്തീബാക്കിയിട്ടുണ്ട്. അല്ല, തർത്തീബ് കിതാബിൽ ഉമ്മിൽ ബുൽഖൈനി ഇമാമിൻ്റെ തർത്തീബ് കിതാബുൽ ഉമ്മ് എന്ന കിതാബ് ബുൽഖൈനി ഇമാമിനിക്കുണ്ട്. അപ്പോൾ തർത്തീബ് മുസ്നദ് അഹ്മദ് അലൽ ഹുറൂഫി ഇബ്നു കസീർ, മുസ്നദ് അഹ്മദിനെ ഹുറൂഫിൻ്റെ മേലിലായി തർത്തീബാക്കിയിട്ടുണ്ട് ഇബ്നു കസീർ എന്നവർ. അങ്ങനെ ധാരാളം ഉദാഹരണ കിതാബുകൾ ആ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ട് ദാറഖുത്നിൻ്റെ കിതാബുകളെ പ്രത്യേകമായി തർത്തീബാക്കിയത് അൽ ഇന്തിഫാ ബിതർത്തീബി ദാറഖുത്നി അലൽ അൻവാ എന്ന പേര് കിതാബുണ്ട് അസ്കലാനിക്ക്. അതുപോലെ ധാരാളം കിതാബുകൾ ആ വിഷയത്തിൽ എണ്ണി പറയുന്നുണ്ട്. 25-ാമത്തെ ഐറ്റം
അത്തഅലീഫു അലാ ഹുറൂഫിൽ മുഅ്ജം ഫി അൽഫാദിൽ ഹദീസീന. ഹദീസിൻ്റെ ലഫ്ളുകളിൽ മുഅ്ജമിൻ്റെ അർഫുകളുടെ മേലായി തഅലീഫ് ചെയ്യുക. അതെങ്ങനെ? ഓരോരോ ഹദീസിലും ആദ്യം വന്ന വാക്ക് അലിഫാണെങ്കിൽ അതിനെ എല്ലാം ഒരു സ്ഥലത്ത് ക്രോഡീകരിക്കുക. അലിഫ് കൊണ്ട് തുടങ്ങുന്ന ഹദീസുകൾ, ബാ കൊണ്ട് തുടങ്ങുന്ന ഹദീസുകൾ, താ കൊണ്ട് തുടങ്ങുന്ന ഹദീസുകൾ, അങ്ങനെ അറബി അക്ഷരങ്ങളിൽ നിന്ന് ആദ്യമായി വരുന്ന അക്ഷരം ഏത്, ആ അക്ഷരത്തിന് അലിഫ് കൊണ്ട് തുടങ്ങുന്ന ഹദീസ് എല്ലാം ഒരു സ്ഥലത്ത്, ബാ കൊണ്ട് തുടങ്ങുന്ന എല്ലാം ഒരു സ്ഥലത്ത്, അങ്ങനെ ഓരോരോ ബാബുകൾക്ക് അലിഫു എന്ന് വെഡിങ് ഇടുക. എന്നിട്ട് അതിൻ്റെ കീഴിൽ അലിഫ് തുടങ്ങുന്ന ഹദീസുകൾ മുഴുവൻ ജമ്മു ചെയ്യുക. അങ്ങനെയുള്ള കിതാബുകളും ധാരാളം വന്നിട്ടുണ്ട്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇമാം സുയൂത്തി ഇമാമിൻ്റെ ജമ്മുൽ ജവാമീൻ്റെ അക്വാൽ അങ്ങനെയാണുള്ളത്. അക്വാലും അഫ്വാലും രണ്ട് ഇതായിട്ടാണുള്ളത്. അതിൽ അക്വാലുകളെ ആദ്യമായി ഏതക്ഷരം കൊണ്ട് തുടങ്ങിയോ അതിനെ ജമ്മു ചെയ്തു എന്നുള്ളതാണ്. ഇപ്പറഞ്ഞതും മുമ്പ് നമ്മളൊരു ഐറ്റം നമ്മളൊരു ഐറ്റം പറഞ്ഞിട്ടുണ്ട്. അതേതാണ്? നാലാമത്തെ ഐറ്റം മൊയ്ജമുകൾ എന്ന് പറഞ്ഞാൽ, മൊയ്ജമു എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിൻ്റെ പേരാണ് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ റാവികളുടെ പേരാണ് പരിഗണിക്കുന്നത്. ഇവിടെ പരിഗണിക്കുന്നത് റാവികളെ പേരല്ല. പിന്നെ ഏതാണ്? ഹദീസിൻ്റെ മത്നിൻ്റെ ആദ്യത്തെ അക്ഷരം ഏത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ കിതാബുകൾ നമ്മൾ പറഞ്ഞു. ജമ്മുൽ ജവാമീൻ്റെ അക്വാൽ ആ രൂപത്തിലാണുള്ളത്. ജാമിഉ സഗീർ സുയൂത്തി ഇമാമിൻ്റെ അങ്ങനെയാണ്. അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മൗദൂഅത്തുൽ കബീർ ആ രീതിയിലാണ്. അസ്ബാബുൽ ഹദീസ് എന്ന് പറയുന്ന തൊട്ടുമുമ്പ് പറഞ്ഞ ഹദീസ് ആ രീതിയിലാണ്. മുസ്നദുൽ ഫിർദൗസ് ദൈലമി ഇമാമിൻ്റെ മുസ്നദുൽ ഫിർദൗസ് മശൂറാണ്, മഅലൂമാണ്. അതിലുള്ള ഹദീസുകൾ മുഴുവനും സ്വഹീയാണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞ കിതാബാണ് ആ മുസ്നദുൽ ഫിർദൗസ്. അങ്ങനെയാണ്. ആദ്യം ഹദീസിൽ വന്ന വാക്കുകൾ പരിശോധിച്ചിട്ട് ആ വാക്കുകളെല്ലാം ഒരു അർഫിൻ്റെ കീഴിൽ ആദ്യം വന്ന അക്ഷരം ഏത് നോക്കിയാൽ അത് ഇന്ന മുഅ്ജമു നിഘണ്ടുകളുടെ ശൈലിയിലായിരുന്നു ഉണ്ടായിരുന്നത്. സഖാവി ഇമാമിൻ്റെ മഖാസിദുൽ ഹസന അങ്ങനെയാണ്. കുത്തുബുൽ അത്റാഫ് അധികവും അങ്ങനെയാണ്. ഹദീസിൻ്റെ ഐറ്റങ്ങളിൽ നിന്ന് 26ാമത്തെ ഐറ്റം അൽ കുത്തുബുൽ മുഅല്ലഫത്തു ഫിൽ മൗദൂആത്ത്. മൗദൂആത്തിൽ രചിക്കപ്പെട്ട കിതാബുകൾ. വഹിയ മിൻ അഹമ്മിൽ അൻവാർ. ഹദീസിൻ്റെ ഐറ്റത്തിൽ വെച്ച് ഏറ്റവും മുഖ്യമായതിൽ പെട്ടതാണ് ഇത്. ഈ വിഷയത്തിൽ ധാരാളം ക്രോഡീകരണങ്ങൾ വന്നിട്ടുണ്ട്. ഇമാം ഷൗക്കാനി പറയാണ്, മൗദൂആയ ഹദീസുകളെ ക്രോഡീകരിക്കുന്നതിൽ ഇമാമിങ്ങൾ ധാരാളം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അത് മുഖേന വഹത്തഖു അസ്താറൽ കദ്ദാബീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കള്ളം പറയുന്ന പെരുങ്കള്ളന്മാർ അവരുടെ മറയെ അവർ നീക്കുകയും ചെയ്തു. അതിന് ലക്ഷ്യം അതാണ്. നബി തങ്ങൾ പറയാത്തത്, നബി തങ്ങൾ ചെയ്യാത്തത്, നബി തങ്ങൾ അംഗീകരിക്കാത്തത് പറഞ്ഞു എന്നോ ചെയ്തു എന്നോ അംഗീകരിച്ചു എന്നോ സ്വയം നിർമ്മിതിയായി പരിശുദ്ധ ശരീഅത്തിൽ മായം കലർത്താൻ വേണ്ടി ശ്രമിക്കുന്ന പെരുങ്കള്ളന്മാർ അവരുടെ മറ നീക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മുമ്പ് പലപ്പോഴായി സൂചിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ ആലോചിച്ച ഒരു മാർഗമാണ് ഇസ്ലാമിലില്ലാത്തത് ഇസ്ലാമിൽ കടത്തിക്കൂട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്തത് ഇസ്ലാമിൻ്റെ നബി തങ്ങളുടെ പേരിൽ പറഞ്ഞുണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയതായ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം മഹാന്മാർ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ മൗദൂആയ ഹദീസുകളെ വേർതിരിക്കുന്ന പണ്ഡിതന്മാർ രണ്ട് വിഭാഗമാണ്. രണ്ട് നിലക്കാണ് അത് വേർതിരിച്ചിട്ടുള്ളത്.
ഒന്ന്, അവരുടെ കിതാബുകളിൽ അവർ ഹദീസുകൾ ക്രോഡീകരിക്കും. അതിൽ കള്ളന്മാരെ തൊട്ട് വന്ന ഹദീസുകളും ഉണ്ടാകും, ദുഅഫാനെ തൊട്ട് വന്നതും ഉണ്ടാകും, അതെല്ലാ സഹിയായ ഹദീസുകളും ഉണ്ടാകും, എല്ലാ ഐറ്റവും അതിലുണ്ടാകും. അങ്ങനെ ഓരോരോ ഹദീസുകൾ പറയുമ്പോൾ അതിൻ്റെ സനദിലുള്ള റാവികളെ പറ്റി വിശദീകരിക്കും. അതിൽ കള്ളന്മാരുണ്ടെങ്കിൽ ഇവൻ വല്ല ആണ്, ഹദീസ് നിർമ്മിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ കള്ളനാണ്, അല്ലെങ്കിൽ ഇന്നാക്ക് ഇന്ന സ്വഭാവമുള്ളവനാണ് എന്ന് അവനെ സംബന്ധിച്ച് വ്യക്തമായി പറയും. അല്ലെങ്കിൽ ലഈഫായ ആളാണെങ്കിൽ അയാൾ ലഈഫാണെന്ന് വിശദീകരിക്കും. അങ്ങനെയുള്ള കിതാബുകളുണ്ട്. ഒരു കിതാബിൽ സ്വഹീഹും ലഈഫും ഹസനും മൗളൂവും കൊണ്ടുവരുമ്പോൾ മൗളൂ ഇന്നാണ്, ലഈഫാണ് എന്നെല്ലാം പ്രത്യേകം അതിൻ്റെ റാവികളെ പരിചയപ്പെടുത്തി പറയുന്നത്. ഇതുപോലെ മുസന്നഫ് ഇബ്നു ഹിബ്ബാന്റെ മുസന്നഫ് പോലെ, വല്ലുഖൈലി ഉഖൈലിയുടെ മുസന്നഫ് പോലെ, അസ്ദിയുടെ മുസന്നഫ് പോലെ, ഫിൽ ദുഅഫാലുണ്ടാക്കിയ അസ്ദിയുടെ കിതാബ്, വഅഫ്രാദി ദാറഖുത്നിയുടെ അഫ്രാദി എന്ന കിതാബ് പോലെ, വതാരീഖിൽ ഖതീബുൽ ബഗ്ദാദിയുടെ താരീഖ് പോലെ, വൽ ഹാക്കിമിൻ്റെ കിതാബുകളെ പോലെ, ഇബ്നു അദിയിൻ്റെ കാമിൽ പോലെ, ദഹബി ഇമാമിൻ്റെ മീസാൻ പോലെ, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളുടെ ലിസാനുൽ മീസാൻ പോലെ, ഇതെല്ലാം എല്ലാ ഹദീസുകളും അതിലുണ്ടാകും. അതിൽ ലഈഫിൻ്റെ ആണെങ്കിൽ ലഈഫാണെന്നും മൗളൂആണെങ്കിൽ ഹദീസാണെങ്കിൽ അത് മൗളൂആണെന്നും അവർ അത് സനദ് മുഖേന ചരിത്രം പരിശോധിച്ച് വിശദീകരിക്കും. വേറൊരു സിൻഫുണ്ട്. അതെന്താ? രണ്ടാമത്തെ ഐറ്റം എന്താ? അവരുടെ കിതാബുകളിൽ മൗളൂആയ ഹദീസുകളെ മാത്രം അവർ പറയും. അതിൽ പ്രധാനപ്പെട്ട മൗളൂഇൻ്റെ കിതാബാണ് ഇബ്നുൽ ജൗസിയുടെ മൗളൂആത്ത്, സഖാനിയുടെ മൗളൂആത്ത്, ജൗസഖാനിയുടെ മൗളൂആത്ത്, കസ്വീനിയുടെ മൗളൂആത്ത്. കാമൂസ് ഉണ്ടാക്കിയ മജിദ് അവർക്കുമുണ്ട് ഒരു മുഖ്തസറുൽ മജിദ്, സാഹിബുൽ കാമൂസുകാരൻ മജിദിൻ്റെ മുഖ്തസർ, അതും അതിൽപ്പെട്ട് തന്നെയാണ്. സഖാവി ഇമാമിൻ്റെ മക്കാസിദ്, തമ്മീസു ത്വയ്യിബി മിനൽ ഖബീസ് എന്ന് പറയുന്ന കിതാബുണ്ട് റബീ എന്നവർക്കുള്ള. ഇബ്നു ജൗസിൻ്റെ മൗളൂആത്തിനേക്കുള്ള ദലീൽ എഴുതിയിട്ടുണ്ട് സുയൂത്തി ഇമാം, അതിലുമുണ്ട്. അതും ഇതിനക്ക് സ്വന്തമായിട്ടുള്ളതാണ്. ഇങ്ങനെ ആ വിഷയത്തിൽ ധാരാളം കിതാബുകളുണ്ട്. ഇമാം സുയൂത്തി ഇമാമിനെ തന്നെ വജീസ് അതുണ്ട്. ഇമാം സുയൂത്തിൻ്റെ തന്നെ ആദിൽ മസ്നൂഅ, സുയൂത്തി ഇമാമിൻ്റെ വിഷയത്തിൽ 3 കിതാബുണ്ട്. ദലീലുണ്ട്, പിന്നെ വജീസുണ്ട്, ലആലിണ്ട്. ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം കിതാബുകൾ ലോകത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. അത് അത്യാവശ്യമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അവിടെ ചിന്തിക്കേണ്ട വിഷയം, ഈ വിഷയത്തിൽ അധിക പേരും ആധികാരിക ഗ്രന്ഥമായി, അടിസ്ഥാന ഗ്രന്ഥമായി വിലയിരുത്തൽ, കണക്കിലെടുക്കൽ അത് ഇബ്നു ജൗസിയുടെ മൗളൂഅത്താണ്. ആ ഇബ്നു ജൗസിയുടെ മൗളൂഅത്തിൽ വലിയ പണ്ഡിതനാണ്, മഹാനാണ്. പക്ഷേ അവർക്ക് നിന്ന് ആ മൗളൂഅത്തിൽ വളരെ അശ്രദ്ധ വന്നു പോയിട്ടുണ്ട്. എല്ലാ ഇമാമിങ്ങളുടെ പ്രയോഗമാണ്. വളരെ അശ്രദ്ധ അവരവക്കൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. മുമ്പ് നാം സൂചിപ്പിച്ചിട്ടുണ്ട്, ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞത് തലയെക്കെട്ട് കെട്ടുന്ന ഹദീസിനെ പറ്റി മൗളൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാക്കിം അത് സ്വഹീഹാണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഹാക്കിം സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീസ് അത് ലഈഫാണെങ്കിൽ പോലും അമൽ ചെയ്യാൻ പറ്റുന്ന ഹദീസാണ്. ഇന്നത്തെ പുത്തനാശയക്കാർ തലയെക്കെട്ട് കെട്ടലിനെ, തലപ്പാവ് ധരിക്കലിനെ വിമർശിക്കുന്നത് ആ ഇബ്നു ജൗസിയുടെ മൗളൂഅത്ത് നോക്കിക്കൊണ്ട് മാത്രമാണ്. അവിടെ ഹാക്കിമിന് അത് സഹീഹാണെന്ന് പറഞ്ഞതോ മറ്റുള്ള ഇമാമിങ്ങൾ സഹീഹുൻ ലിഗൈരിയാണ്, അത് ലഈഫാണെങ്കിലും സഹീഹുൻ ലിഗൈരിയാണെന്ന് പ്രത്യേകം ഹസനുൻ ലിദാത്തിയാണെന്ന് വിശദീകരിച്ചത്. അത് ശ്രദ്ധിക്കലില്ല. എന്നിട്ട് ഇന്നത്തെ കാലം എന്താ? ഇന്നത്തെ ആധുനികന്മാർ നല്ല ഡ്രസ്സ് വാങ്ങും, നല്ല ഡ്രസ്സ് ധരിക്കും, തലൻ്റെ കൗത്തിൻ്റെ കീപ്പെട്ട്. പക്ഷേ തലയിലുള്ള ആ ചേനത്തല അത് കാട്ടിയും കൊണ്ട്
അവർക്ക് യാതൊരു ഹുർമത്തും കാണുന്നവനിക്കില്ലാത്ത രൂപം. പഴയ കാലത്ത് മഹാന്മാർ മുസ്ലിമീങ്ങളാണെങ്കിലും അല്ലാത്തവരും തലപ്പാവ് ധരിച്ച് സൗന്ദര്യമുള്ളവരാവരുണ്ടെങ്കിൽ ഇന്ന് ആ മൊട്ടത്തല അല്ലെങ്കിൽ ചേനത്തല, കഷണ്ടിത്തല അത് കാട്ടിയും കൊണ്ട് ഒരു ഹുർമത്തുമില്ലാത്ത വേഷം ധരിക്കാൻ നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിൻ്റെ പേരിൽ ജീവിക്കുന്ന പുത്തനാശയക്കാരും അങ്ങനെ തന്നെയാണ്. തലപ്പാവിനോട് എന്തോ ഒരു അലർജി, കിരീടത്തോട് എന്തോ ഒരു അലർജി. ഭംഗിക്ക് വേണ്ടി സുഹൈൽ പറഞ്ഞതുപോലെ ഏറ്റവും ഭംഗി, മനുഷ്യനിക്ക് ഭംഗി കൊടുക്കുന്ന ഒന്നാണ് തലപ്പാവ്, കിരീടം. അതിനെ നിഷേധിക്കുന്നവർ അതെല്ലാം ഇബ്നു ജൗസിയുടെ ഹദീസുകൾ മൗളൂഅത്തിൽ എണ്ണിയതിൻ്റെ പേരിലാകുന്നു അധിക പേരും. മറ്റുള്ളവർക്ക് സുന്നത്തിനോടുള്ള വിയോജിപ്പുമാണ്. ഇവിടെ ചിന്തിക്കേണ്ടത് ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് വന്നു പോയ ഒരു പ്രത്യേക പാളിച്ച എന്താണെന്ന് വെച്ചാൽ അധിക സ്ഥലത്തും മൗളൂഉം ലഈഫും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാത്ത പ്രശ്നമാർക്ക് വന്നു പോയിട്ടുണ്ട്. മൗളൂഉം ലഈഫും രണ്ടും രണ്ടാണ്. ലഈഫായ ഹദീസ് അമലിനിക്ക് പറ്റും, പല നിബന്ധനകളോട് കൂടെ അമലിനിക്ക് പറ്റുമെന്ന് നാം സൂചിപ്പിച്ചിട്ടുണ്ട്. മൗളൂ അതല്ല, ഇല്ലാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ കള്ളം പറഞ്ഞുണ്ടാക്കിയതാണ് മൗളൂ. ഇല്ലാത്തതാണത്, കള്ളത്തരമാണത്. അത് ഒരിക്കലും നബി തങ്ങളിലേക്ക് ചേർക്കാൻ പറ്റൂല. അത് പരിശുദ്ധ ദീനിന്റെ ഭാഗമായി എണ്ണാൻ പറ്റൂല. അത് നബി തങ്ങളുടേതല്ല, കള്ളന്മാരുടേതാണ്. ആ കള്ളന്മാരുടെ ആ സ്വഭാവത്തിലുള്ള അതിൽ കുറെ ഹസനായ ഹദീസുകള്, കുറെ ലഈഫായ ഹദീസുകള്, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസ് അടക്കം ഇബ്നുൽ ജൗസിയുടെ മൗളൂഅത്തിൽ വന്നു പോയിട്ടുണ്ട്. അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഖാല മുജദ്ദിദുൽ മിഅത്തി അസ്സുയൂത്തി റളിയല്ലാഹു അൻഹു. ഓരോരോ നൂറ്റാണ്ടിലും 90ന്റെ തുടക്കത്തിലും ഓരോരോ മുജദ്ദിദീങ്ങൾ ഉണ്ടാകും. സുയൂത്തി ഇമാമിന്റെ കാലത്ത് മുജദ്ദിദ് സുയൂത്തി ഇമാമാണ്. ആ മുജദ്ദിദായ സുയൂത്തി പറയുന്നു, അക്സറ ഇബ്നുൽ ജൗസി ഫിൽ മൗളൂആത്ത്. ഇബ്നുൽ ജൗസി അവരുടെ മൗളൂഅത്ത് എന്ന ഗ്രന്ഥത്തിൽ അധികരിപ്പിച്ചിരിക്കുന്നു മിൻ ഇഖ്റാജിൽ ലഈഫി, ലഈഫിനെ കൊണ്ടുവരലിനാൽ, ബൽ വമിനൽ ഹിസാനി വസ്സിഹാ. ലഈഫ് മാത്രമല്ല മൗളൂഅത്ത് കൊണ്ടുവന്നത്, ഹസനായ ഹദീസുകളെയും സ്വഹീഹായ ഹദീസുകളെയും അടക്കം അവര് മൗളൂഅത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കമാ നബ്ബ അലൈഹിൽ ഹുഫാദ്, അതിൻ്റെ മേലിൽ ഹാഫിദീങ്ങൾ ഉണർത്തിയിട്ടുമുണ്ട്. മിൻഹും ഇബ്നു സ്വലാഹ്, അവരിൽപ്പെട്ടവരാണ് ഇബ്നു സ്വലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി. എല്ലാം ഇബ്നു ജൗസിന്റെ മൗളൂഅത്ത് അല്ലാത്തതിനെ കൊണ്ടുവന്നതിനെ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. വഖദ് മയ്യസ ഫീ ഹയ്യിസിഹി 300 ഹദീസിൻ. ബഹുമാനപ്പെട്ട ഇബ്നു സ്വലാഹ് ആ ഐറ്റത്തിൽപ്പെട്ട മൗളൂ അല്ലാത്ത ലഈഫോ ഹസനോ സ്വഹീഹായ ഹദീസുകളെ 300 എണ്ണം അതിൽ നിന്ന് വേർതിരിച്ചിട്ടുണ്ട്. ലാ സബീല ഇലാ ഇദ്റാജിഹാ ഫിൽ മൗളൂഅത്തി. ആ 300 ഹദീസുകളെ മൗളൂഅത്തിലെ ഉൾപ്പെടുത്തലിലേക്ക് യാതൊരു മാർഗവുമില്ലാത്ത ഒന്നാണ്. അങ്ങനെ ധാരാളം ഹദീസുകൾ. ഇന്നിപ്പോൾ സ്വലാത്തു തസ്ബീഹ് ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്ത ഹദീസാണത്. ആ ഹദീസിനെ ഇബ്നു ജൗസി മൗളൂഅത്തിലെണ്ണി അത് എടുത്തുകൊണ്ടിട്ട് ആ ഇബ്നു ജൗസിന്റെ മൗളൂഅത്ത് നോക്കിയിട്ടാണ് ഇന്നത്തെ പുത്തനാശയക്കാർ സ്വലാത്തു തസ്ബീഹ് എன்ற നിസ്കാരമില്ല എന്ന് പറഞ്ഞത്. എന്നാൽ അത് ഇമാം അബൂ ദാവൂദിലുള്ള ഹദീസാണ്. അബൂ ദാവൂദ് സഹിയായ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന കിതാബാണ്. ആ അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിന് മൗളൂഇൽ ലജ്ജ ഇല്ലാതെ കടത്തി, അല്ലെങ്കിൽ അറിയാതെ വന്നു പോയി. അത് ഇന്നത്തെ ഇസ്ലാം വിരുദ്ധരായ ഇത്തിബാഇന്റെ ശത്രുക്കളായ പുത്തനാശയക്കാർ അതെടുത്ത് പറഞ്ഞിട്ട് പറയും തസ്ബീഹ് നിസ്കാരമല്ല. അതിന് മാനദണ്ഡം എന്താ? ഇബ്നു ജൗസി ഏതൊരു ഹദീസിനെ പറ്റിയും ലഈഫാക്കണോ? ലഈഫാക്കല്ല, ലഈഫായതുകൊണ്ട് അത് അമൽ ചെയ്യാൻ പറ്റില്ല എന്ന് വരൂലല്ലോ. മൗളൂ ആക്കണോ?
അത് ഇബ്നു ജൗസിനെ പിടിച്ചുകൊണ്ടായിരിക്കും അധിക പേരും ചെയ്യുക. മഹാന്മാർ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൗളൂആത്തിനെ വേർതിരിക്കേണ്ടത് ആവശ്യം തന്നെ. പക്ഷെ മൗളൂ അല്ലാത്തതിനെ മൗളൂആത്തായി എണ്ണുന്നത് വളരെ അബദ്ധമാണ്, വളരെ അബദ്ധമാണ്. മഹാന്മാർ പറയുന്നു, ഇബ്നു ജൗസിന്റെ മൗളൂഅത്തിൽ കടന്നുകൂടിയത് 300 ഹദീസുകളാണ്. മിൻഹാ ഫീ സ്വഹീഹി മുസ്ലിമിൻ ഹദീസുൻ, സ്വഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസ് അതിൽപ്പെട്ടതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, അതിനെ സംബന്ധിച്ചാണ് സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതിനെപ്പറ്റി ഇബ്നു ജൗസി മൗളൂആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഹമ്മാദ് ബിൻ ഷാക്കിർ എന്നവരെ തൊട്ട് റിവായത്ത് ചെയ്ത ഹദീസ്, ആ ഹദീസിനെയും ഇബ്നുൽ ജൗസി മൗളൂഅത്തിൽ എണ്ണിയിട്ടുണ്ട്. അതുപോലെ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ നിന്ന് 38 ഹദീസുകൾ, അഹ്മദിന്റെ മുസ്നദിൽ ഇമാം അഹ്മദ് പ്രത്യേകമായി പറഞ്ഞതാണ്, എൻ്റെ കിതാബിലുള്ള ഹദീസെല്ലാം അസ്ലുള്ള ഹദീസുകളാണ്. ഇതിൻ്റെ അപ്പുറം ആരെന്ത് ഹദീസ് കൊണ്ടുവന്നാലും അത് നിങ്ങൾ വളരെ പരിശോധിക്കാതെ അംഗീകരിക്കരുത്. എൻ്റെ കിതാബിലുള്ള ഹദീസ് മുഴുവൻ പരിശോധിച്ച് അത് റസൂലുള്ളാഹിന്റെ ഹദീസാണെന്ന് ബോധ്യപ്പെട്ടതാണെന്ന് ഇമാം അഹ്മദ് പറഞ്ഞ മുസ്നദിലുള്ള ഹദീസ്, അതിലുള്ള 38 ഹദീസ് ഇബ്നുൽ ജൗസി മൗളൂഇൽ എണ്ണിയിട്ടുണ്ട്. അബദ്ധമാണത്. അതുപോലെ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുനനിലുള്ള 9 ഹദീസുകളെ ഇമാം ഇബ്നുൽ ജൗസി മൗളൂഅത്തിൽ എണ്ണിയിട്ടുണ്ട്. അതുപോലെ തുർമുദിയിലുള്ള 30 ഹദീസുകളെയും മൗളൂഅൽ എണ്ണിയിട്ടുണ്ട്. അതുപോലെ നസായിയുടെ ഹദീസിലുള്ള 10 ഹദീസുകൾ അതിനെ ഇബ്നുൽ ജൗസി മൗളൂഅത്തിൽ എണ്ണിയിട്ടുണ്ട്. അതുപോലെ ഇബ്നു മാജയിൽ നിന്ന് 300 ഹദീസ്, 30 ഹദീസ് ഇബ്നു മാജയിലെ 30 ഹദീസിനെ മൗളൂഅത്തിൽ എണ്ണിയിട്ടുണ്ട്. അതുപോലെ ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹിന്റെ മുസ്തറക്കിൽ നിന്ന് 60 ഹദീസിനെ, ഈ പറയുന്നത് എല്ലാം വെവ്വേറെ ഹദീസല്ല, പരസ്പരം ഈ കിതാബുകളിലുള്ള ഹദീസ് എന്ന അർത്ഥമുള്ളൂ, മറ്റു കിതാബിൽ ഇല്ല എന്നതിനർത്ഥമില്ല. അതിന് ഇത്രയും ഹദീസുകളെല്ലാം മൗളൂ അല്ല എന്ന് ഉറപ്പുള്ള ഈ ഹദീസുകളെ മുഴുവനും ഇബ്നുൽ ജൗസി മൗളൂഅത്തിൽ എണ്ണിയിട്ടുണ്ട്. തസ്ബീഹ്കാരത്തിൻ്റെ ഹദീസെല്ലാം അതിൽപ്പെട്ടതാണ്. അതെല്ലാം ഇബ്നുൽ ജൗസിന്റെ വക്കൽ നിന്ന് അബദ്ധമായി വന്നു പോയതാകുന്നു. അതൊന്നും ഒരിക്കലും മാനദണ്ഡമാക്കാൻ പറ്റൂല. അവരുടെ വക്കൽ നിന്ന് വന്നു പോയ അബദ്ധങ്ങളിൽപ്പെട്ട ഒരു അബദ്ധമാണത്. ആ അബദ്ധങ്ങളെ പിടിച്ചുകൊണ്ട് ഹദീസുകളെ സംബന്ധിച്ച് മൗളൂആത്താണെന്ന് പറഞ്ഞാൽ, അത് മൗളൂആണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അബദ്ധത്തിൽ അവരും പെട്ടുപോകും. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണത്. എന്നാൽ മൗളൂവിനെ മഹാന്മാരായ പണ്ഡിതന്മാർ പലരും വേർതിരിച്ച് അത് പറഞ്ഞിട്ടുമുണ്ട്. ശൈഖുൽ ഇസ്ലാം പറയാണ്, ഹാദിഹി ഖഫ്ലത്തുൻ ശദീദത്തുൻ മിൻ ഇബ്നുൽ ജൗസി ഹൈസു ഹകമ അലൈഹി ബിൽ വളഇ. ഈ ഹദീസുകളെ മുസ്ലിമിലുള്ള, ബുഖാരിയിലുള്ള, തിർമുദിയിലുള്ള, നസായിയിലുള്ള, മുസ്നദ് അഹ്മദിലുള്ള, അബൂദാവൂദിലുള്ള, മുസ്തദ്റക്കിലുള്ള ഈ ഹദീസുകളെ അത് മൗദൂആണെന്ന് പ്രഖ്യാപിച്ചത് അത് ഇബ്നു ജൗസിന്റെ വക്കൽ നിന്നുള്ള ശക്തിയായ അശ്രദ്ധയാണ്. ഖഫ്ലത്തുൻ ശദീദ, ഇങ്ങനെയാണ് മഹാന്മാരെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മൗളൂആത്തായ ഇബ്നു ജൗസിയെ അവലംബിച്ച ഒരു കാര്യം പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് മറ്റുള്ള ഇമാമിയങ്ങൾ എങ്ങനെ വിലയിരുത്തി എന്ന് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം. 27ാമത്തെ ഐറ്റം അൽ കുത്തുബുൽ മുഅല്ലഫത്തു ഫിൽ അദ്ഇയത്തിൽ മൗസൂറ. അദിയത്തും മൗസൂറ, ഹദീസിൽ വാരിദായ ദുആകളിൽ രചിക്കപ്പെട്ട കിതാബുകൾ.
നമ്മൾ ഏടുന്നത് പറയല്ലോ. അങ്ങനെ ഹദീസിലും ഖുർആനിലും വന്ന ദുആകളെയും ദിക്റുകളെയും ജമ്മു ചെയ്ത കിതാബുകൾ അത് ധാരാളമുണ്ട്. അൽ-ഇബ്തിഹാജ്, അദിയത്തുൽ ഹജ്ജ് വൽ ഉംറ, അൽ-അദിയത്തുൽ മുന്തഖബ, അദ്കാറുൽ അദ്കാർ, അദ്കാറുൽ ഹജ്ജ്, അദ്കാറുസ് സ്വലാ, അദിയത്തുൽ ഹജ്ജ് വൽ ഉംറ. ഇതെല്ലാം കുത്തുബുദ്ദീൻ മുഹമ്മദുൽ മക്കി എന്ന് പറയുന്നവർക്കുള്ള 988 വഫാത്തായ കിതാബുകൾ, 5 കിതാബുകൾ. പിന്നെ അമലുൽ യൗമി വല്ലൈല ഹാഫിദ് അൽ മുന്ദിരിക്കുള്ളത് 656 വഫാത്തായ. നസായിക്കുണ്ട് അമലുൽ യൗമി വല്ലൈല, ഇബ്നു സുന്നിക്കുണ്ട് അമലുൽ യൗമി വല്ലൈല, അബൂ നുഐം അൽ ഇസ്ഫഹാനിക്കുണ്ട്, ഇമാം സുയൂത്തിക്കുണ്ട് സിഹാമുൽ ഇസാബ ഫി ദഅവാത്തിൽ മുജാബ എന്ന് പറയുന്ന കിതാബ്. നബി ഇമാമിൻ്റെ അദ്കാർ അത് കാണാത്തവരും അറിയാത്തവരും വളരെ കുറവായിരിക്കും. അദ്കാരുടെ പേര് ഹില്യത്തുൽ അബ്റാർ വശിആറുൽ അഖ്യാർ ഫി തൽഖീസ് ദഅവാത്തി വൽ അദ്കാർ എന്നാണ് അതിൻ്റെ പേരുള്ളത്. പക്ഷേ അതിന് ആ പേരൊന്നുമല്ല അറിയപ്പെടുന്ന ഹില്യത്തുൽ അബ്റാർ എന്നല്ല, നബി ഇമാമിൻ്റെ അദ്കാർ എന്ന പേര് തന്നെയാണ് അറിയപ്പെടുന്ന കിതാബ്. പിന്നെ റംലി ഇമാമിന് കിതാബുണ്ട്. പിന്നെ അൽ ഹിസ്നുൽ ഹസീൻ മുഹമ്മദ് ബിൻ മുഹമ്മദുൽ ജസരിക്കുള്ള ചരിത്രം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അൽ ഖൗലുൽ ബദീ ഫി സ്വലാത്തി അലൽ ഹബീബ് സഖാവി ഇമാമിനുള്ളത്. പിന്നെ ദലായിലുൽ ഖൈറാത്ത് ഇമാം ജസൂലിൻ്റെത് അറിയപ്പെട്ട കിതാബുകളാണ്. അൽ വിർദുൽ അഅ്ളം വൽ വിർദുൽ അഅ്ളം വൽ വിർദുൽ അഫ്ഖം എന്ന പേര് കിതാബുണ്ട്. പിന്നെ ഹദ്ദാദ് റാത്തീബിൻ്റെ കിതാബുണ്ട്. യൂസുഫ് നബ്ഹാന് സഅത്തുദ്ദാറൈനുണ്ട്. അങ്ങനെ പലർക്കും പല കിതാബുകൾ ധാരാളമായുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കിതാബ് അൽ-ഇഹാലത്തു അലല്ലാഹി ബിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ അസ്റാറുകൾ ഉൾക്കൊള്ളുന്ന മഹത്വങ്ങളെക്കാളും അസ്റാറിനിക്ക് മുൻഗണന നൽകിയും കൊണ്ട് ഉണ്ടാക്കിയ കിതാബുണ്ട്. ഞാൻ ഉണ്ടാക്കിയ അൽ-ഇഹാലത്തു അലല്ലാഹി ബിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വഴിയിലുള്ള കിതാബായി മാറട്ടെ. അത് ഉണ്ടാക്കിയത് ഞാനാണെങ്കിലും അതിൻ്റെ ഇബാറത്തുകൾ വളരെ നല്ല രസമുള്ള ഇബാറത്തുകളും നല്ല ആശയങ്ങളും പലരും എടുത്തു നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ആ ഇബാറത്ത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? അതിന് പ്രത്യേക തൗഫീഖ് ഉണ്ടായ എൻ്റെ സ്വലാത്തു തവസ്സുൽ اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. ആ സ്വലാത്തിലുള്ള സ്വലാത്ത് തവസ്സുലുള്ള ആശയത്തിൻ്റെ വിശദീകരണമായി ഞാൻ രചിച്ച കിതാബാണ് അൽ-ഇഹാലത്തു അലല്ലാഹി ബിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദാണ് അതിൻ്റെ പരിചയപ്പെടുത്തൽ, അതിൻ്റെ മുഖദ്ദിമ ബഹുമാനപ്പെട്ട ആദർശ ശരിയാംസ കുട്ടി മുസ്ലിയാരാണ്. അവർക്ക് അത് വായിച്ചു. വളരെ ഇഷ്ടപ്പെട്ട നല്ലൊരു കിതാബാണ്. കഴിയുന്നവർ അത് പ്രത്യേകം നോക്കണം, പരസ്യപ്പെടുത്തണം. അള്ളാഹു നമുക്കെല്ലാവർക്കും നന്മ നൽകുമാറാവട്ടെ. സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.